ഈ സ്ഥലത്ത് അടിപൊളിയായിരിക്കും. എടാ ഈ സ്ഥലത്ത് പോകുന്നതിനെക്കാട്ടി നമുക്ക് വയനാട്ടിൽ പോകുന്ന നല്ലത്. എടാ ഞാൻ ഓഫീസിന്റെ അടുത്താ പറയും, ഞാൻ ബസ് കയറിയിട്ട് പിന്നെ നടന്നു വരുമോ? ഓ ഇന്ന് അങ്ങേർക്ക് എങ്ങോ പോണോന്ന്. ശരി എന്നാ. സൂപ്പറാ. പക്ഷെ ഇവിടെ നല്ല കോട കിട്ടൂടാ. എടാ ഇതിലും നല്ല വയനാട്ടിൽ നീ പോയിട്ടില്ലയോ? വയനാട്ടിൽ ഒട്ടുക്കത്തെ കോടയാ അവിടെ. ആ കോട മാത്രമല്ല മഞ്ഞുണ്ട്. എന്തുവാ രണ്ടുപേരും ഇവിടെ? ചേച്ചി അത് ഞങ്ങളെ അടുത്ത വീക്ക് എവിടെ പോകണമെന്ന് ട്രിപ്പ് പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ചേച്ചി ട്രിപ്പ് വല്ലതും പോയിട്ടുണ്ടോ? എടി ഇവിടൊക്കെ പോകുന്ന നല്ല പൈസയാവും, മാത്രല്ല ഒരാഴ്ച വെറുതെ പോവുകയും ചെയ്യും. കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ മതി. കഴിവില്ലാത്ത ഇങ്ങനെയാണ് ഞാൻ കിട്ടിയത്. എന്റെ പൊന്നു ചേച്ചി, ഞാൻ അങ്ങനെ കെട്ടിക്കഴിഞ്ഞുണ്ടല്ലോ അവളെ കൊണ്ട് ആഴ്ച ട്രിപ്പ് ആയി. പിന്നെ ഹണിമൂണ് ഞങ്ങൾക്ക് ലഡാക്കിൽ പോകാനാണ് താല്പര്യം. അതൊക്കെ തണുപ്പൊക്കെ ഉണ്ടല്ലേ. എന്റെ പൊന്ന് ചേച്ചി, നമുക്കൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഒന്നേ, അതൊക്കെ നമ്മൾ അടിച്ചു കുടിച്ചു. ഇതൊക്കെ ട്രിപ്പൊക്കെ പോയി ചേച്ചി. ചേച്ചിയുടെ വൈബൊക്കെ എനിക്ക് ചേച്ചിയെ പോലെ ഒരാളെ ഞാൻ കിട്ടിയാലുണ്ട് ഡെയിലി ട്രിപ്പ്. ചുമ്മാ അടങ്ങി ചേച്ചി വിഷമിക്കാതെ. ചേച്ചി വിഷമിക്കേണ്ട, നമുക്ക് ഓഫീസ് ട്രിപ്പ് പ്ലാൻ ചെയ്യാം. അതിൽ കൊണ്ടുപോകാം കേട്ടോ, അടിച്ചു പൊളിക്കണം. ചേച്ചിക്ക് ആരില്ലേലും നമ്മളുണ്ട് എല്ലാത്തിനും കേട്ടോ. ചായ ഇത്ര നേരം വെറുതെ ഇവിടെ ഇരിക്കുകയല്ലായിരുന്നോ? അങ്ങോട്ട് അനത്തി കുടിച്ചൂടായോ? എൻ്റെ പൊന്നളിയ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോകാറുണ്ട്. ആഴ്ചയിലാണെങ്കിൽ ട്രിപ്പും പോകും. ഇതിക്കുള്ള എന്ത് ചെയ്യാനാ? എന്നിട്ട് അവർക്ക് തൃപ്തി വെച്ചില്ല പറഞ്ഞാൽ ഞാൻ എടുക്കാനാ? നമുക്ക് ജോലിക്ക് ഉണ്ടായോ, വരുമാനം വേണ്ടായോ? രണ്ടറ്റവും നമ്മൾ തന്നെ കൂട്ടി മുട്ടിക്കണ്ടേ? എടാ ഈ പെണ്ണുങ്ങൾ ജോലിക്ക് പോയിട്ട് കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, അത് അവരുടെ മാത്രം പൈസയാണ്. അതേസമയം ഒരാണ് പണിക്ക് പോയിട്ട് കിട്ടുന്ന പൈസ മക്കളുടെയും അച്ഛൻ്റെയും വൈഫിൻ്റെയും എല്ലാവരുടെയും കൂടെ പൈസയാ. അതിന് അവനൊഴിച്ച് ബാക്കി എല്ലാവരും അവകാശികളാണ്. എടി എന്ന് നീയല്ലേ ഉണ്ടാക്കുന്നേ? ഞാൻ നിനക്ക് വേണ്ടി രാവിലെ എണീറ്റ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്പെഷ്യൽ ഫുഡിലെടി. പിന്നെ ഇനി അത് കഴിച്ചിട്ട് വേണം കണക്ക് കേൾക്കാൻ. കണക്ക് കേൾക്കാൻ? ഭാര്യയും ഭർത്താവിനോടൊക്കെ എന്തോ കണക്ക്? ഇപ്പൊ തന്നെ പറഞ്ഞില്ലയോ രാവിലെ എണീറ്റ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഇത് ഞാൻ സ്ഥിരം കേൾക്കേണ്ടി വരത്തില്ലയോ? നീ എന്തോടി പറയുന്നേ? എടാ ഞാൻ എന്തെങ്കിലും കാര്യം അവളോട് പറഞ്ഞാലേ അവൾ ഓഫീസിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് എന്റെ മറുപടി എന്നോട് പറയുന്നത്. എന്തെങ്കിലും പറഞ്ഞ അവൾ അപ്പം മറുപടി പറയാറുമില്ല. ഓഫീസിൽ എങ്ങനെയാ ആമ്പിള്ളാരും വല്ലതും ഉണ്ടോ? പിന്നെ കുറെ അവന്മാര് ചേച്ചിന്നൊക്കെ വിളിച്ച് ആങ്ങളെന്നൊക്കെ പറഞ്ഞു കുറഞ്ഞ നടപ്പുണ്ട്. എടാ നാളെ കഴിക്കാം. എന്റെ ഹസ്ബൻഡ് ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ ചേച്ചി? അതൊന്നും എനിക്കറിയത്തില്ല. പാവം പിടിച്ച രാവിലെ അടുക്കള കയറി ഇരുന്ന് ഉണ്ടാക്കുന്നുണ്ടേ. ഇങ്ങനൊന്നും ശീലിപ്പിക്കല്ല, ലാസ്റ്റ് കണക്ക് കേൾക്കേണ്ടി വരും. കണക്കോ? ഒരു തവണ ഞങ്ങൾ അടുക്കള കയറി എന്തായാലും ഉണ്ടാക്കി തരും, പിന്നെ ജീവിതകാലം മൊത്തം ഇത് കേൾക്കേണ്ടി വരും. ഓക്കെ കഴിക്കേണ്ട കടയിൽ പോയിട്ട് ശരിയാടാ, നീ പറഞ്ഞതിനകത്തെ കാര്യമുണ്ട്. പിന്നെ ഇനി അത് കഴിച്ചിട്ട് എടാ ഒരാണിന് ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല, ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരാണിന് മറ്റൊരാണിനെ മനസ്സിലാക്കാൻ പറ്റും. അവൻ എന്തുവാ ഉദ്ദേശിക്കുന്നത്, അവന്റെ മനസ്സിലിരിപ്പ് എന്തുവാന്ന് നമുക്ക് നല്ലപോലെ അറിയാം. എടാ ഇത് നമ്മളെല്ലാം ചോദിച്ചാൽ നമ്മൾ ടോക്സിക്കാന്ന് പറഞ്ഞു പിന്നെ അടുത്ത വള്ളിയും പിടിച്ചോണ്ട് എടി എടി നിന്റെ മറ്റേ രാഹുൽ ഇല്ലയോ, മറ്റേ കൊല്ലന്ന് വരുന്നേ, നിന്റെ കൂടെ വർക്ക് ചെയ്യുന്നേ, അവന്റെ കല്യാണം ഇടയ്ക്കണ്ട് ഉറപ്പിച്ചേക്കല്ലയോ? എടി അവൻ്റെ ഒരു പെണ്ണിനെ കണ്ടായിരുന്നല്ലോ. അവൻ കെട്ടാൻ പോകുന്ന പെണ്ണല്ല, അതും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യ കണ്ടേ. അതവനൊന്നും ആയിരിക്കത്തില്ല. അല്ല അത് അവൻ തന്നെ, അവനും ഉണ്ടായിരുന്ന അവന്റെ വണ്ടി എല്ലാം ഉൾപ്പെടെ ഞാൻ കണ്ടേ. അതവനൊന്നും ആയിരിക്കത്തില്ല. അവന്റെ കൂട്ടുള്ള വണ്ടി എത്ര വണ്ടി കാണും? ഞാനിത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ അത്ര മോശമായ സിറ്റുവേഷൻ കണ്ടോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒന്നെങ്കിൽ അവനായിരിക്കത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കള്ളമാണ്. അപ്പം ഭർത്താവിനേക്കാളും വിശ്വാസം ബാക്കിയുള്ളവന്മാരെ അല്ലയോ? ശരി, ഇതിക്കുള്ള എന്താ പറയുന്നത്? പിന്നെ അവൻ എന്താണോ ഏതാണോ അവനെ പറ്റി ഏറ്റവും കാര്യങ്ങളെല്ലാം എനിക്കറിയാം. വെറുതെ ആവശ്യമില്ലാത്ത പറയുന്നു. നീ കുറെ നാളുകൊണ്ട് തെണ്ടുമല്ലോ. നീ ഇവിടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? അല്ല ഈ പറയുന്ന ഇയാൾ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ആ പാവ വൈശാഖ ചേച്ചി ഓരോന്ന് പറഞ്ഞ് കൊതിപ്പിക്കുന്നതല്ല, ഇയാൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ആ കൊച്ചു മന്ദബുദ്ധി ആയതുകൊണ്ട് വിശ്വസിക്കുന്നില്ല. പിന്നെ അവരുടെ വിചാരം നമ്മൾ സ്ഥിരം അങ്ങ് ട്രിപ്പിലാണെന്ന്. കോപ്പ നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ? ചായോ? ഓ വൈശാഖ ചേച്ചിയുടെ കൂടെ ആയിരിക്കും അല്ലേ? അങ്ങനൊന്നുമല്ല. ഓ അപ്പൊ നിങ്ങളെ ഒരു വണ്ടിയിൽ ഞാൻ വേറൊരു വണ്ടി ഒറ്റയ്ക്ക്. എടാ ഞാൻ ഫുള്ള് സെറ്റൊന്നുമില്ല, സെറ്റാക്കാൻ നോക്കുന്നതേ ഉള്ളൂ. വീടണ്ടേ, പിന്നെ ഇടയ്ക്ക് വീട്ടിലെ കാലമൊക്കെ എന്നോട് പറയുന്നത് ഞാൻ സമാധാനം അങ്ങനെയൊക്കെ സെറ്റാക്കാൻ നോക്കുക. അവൻ എന്താണോ ഏതാണോ അവനെ പറ്റി ഏറ്റവും കാര്യങ്ങളെല്ലാം എനിക്കറിയാം. എടി നിന്റെ റീല് കാണുന്നുണ്ടല്ലോ, നീ ഇച്ചിരി കുറയ്ക്കണം. എന്താ കൊണ്ടോ? എടി നീ ഇപ്പം ജസ്റ്റ് ചാവണമെന്ന് ചിന്തിക്ക്, എന്നിട്ട് നേരെ നീ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കയറി നോക്ക്, പിന്നെ അതിനെപ്പറ്റി റീലേ പിന്നെ വരത്തുള്ളൂ. ഓ പിന്നെ ആണ്ടെ വൈശാഖൻ ജുറോക്സ് കണ്ടോ? അവരെവിടൊക്കെയാ പോന്നെന്നറിയോ? തായ്ലൻഡ്, അമേരിക്ക, അവിടെ ഒക്കെ പോകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, അവരച്ഛൻ്റെ അമ്മയുടെ അടുത്തൊന്ന് മാറിയിട്ട് വേറൊരു വീട് വെച്ച് ഇപ്പൊ സന്തോഷമായിട്ടാ താമസിക്കുന്നത്, അറിയുമോ? എടി അവരൊക്കെ ആ ട്രിപ്പ് പോകുന്ന മൊത്തം സ്പോൺസേഴ്സാ, അവർ കയ്യിൽ നിന്ന് പൈസ ഇല്ലാക്കി ആയിരിക്കത്തില്ല പോകുന്നത്. എടി അവരങ്ങനെ ട്രിപ്പിനൊക്കെ പോകുന്ന അവരുടെ ജോലിയുടെ ഭാഗമാ. ഇതൊക്കെ എടുത്ത് അവർ യൂട്യൂബ് ഇട്ട് അവർക്ക് പൈസ കിട്ടും, നിനക്ക് വല്ലതും കിട്ടുമോ?
നമ്മൾ ജോലിക്ക് പോയാൽ നമുക്ക് വല്ല തിന്നാൻ കിട്ടത്തുള്ളൂ. എല്ലാത്തിനും ഒരു ന്യായം ഉണ്ടല്ലോ. എടി പിന്നെ നീ വിചാരിക്കുന്ന സോഷ്യൽ മീഡിയ കാണുന്ന അല്ല ലൈഫ്. പിന്നെ ഇവിടുത്തെ ഊത്ത ലൈഫായിരിക്കും ഏറ്റവും നല്ല ലൈഫ്. എടി ഇമോഷണലായിട്ട് ചിന്തിക്കാൻ കുറച്ച് ബുദ്ധിപരമായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ പെണ്ണുമ്പിള്ളയുടെ അവസ്ഥ അറിയാലോ. 2 ഫ്രണ്ട്സ് ഉണ്ട്, അത് രണ്ടും ഡിവോഴ്സ്ഡായി നിൽക്കുന്ന സാധനങ്ങൾ. ഇവളുമാരുണ്ടല്ലോ ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം അങ്ങോട്ട് തിരുമ്മി അങ്ങോട്ട് വെച്ച് കൊടുക്കും. അതെല്ലാം കൂടെ എൻ്റെ മണ്ടക്കൂടെ വന്ന് തീർക്കുകയും ചെയ്യും. അല്ല അപ്പൊ അവളുമാര് ചിന്തിക്കുന്നത് അവർക്കില്ലാത്ത നല്ലൊരു ജീവിതം നിന്റെ ഭാര്യയ്ക്ക് വേണ്ടാന്നായിരിക്കും. ഉറപ്പായിട്ടും അത് തന്നെ. പക്ഷെ അത് അവൾക്ക് മനസ്സിലാവണ്ടേ. എന്താടാ പെൺപിള്ളേരൊക്കെ ഇങ്ങനെ? എടാ പെണ്ണുങ്ങൾ മാത്രമല്ലടാ, എൻ്റെ കേസിൽ പെണ്ണുങ്ങളാണെങ്കിൽ നിന്റെ കേസിൽ ആൺപിള്ളേർ, എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 1 മാസമായല്ലേ? കൺഗ്രാറ്റ്സ്. ഭാര്യ ബാംഗ്ലൂരിലല്ലേ വർക്ക് ചെയ്യുന്നത്, ഹൊസൂറിൽ അല്ലേ? ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ കയറി ഉണ്ടാക്കുമ്പോഴേ സ്വന്തം ജീവിതത്തിൽ എന്തോ സംഭവിക്കുന്നതെന്ന് ഒന്ന് നോക്കണം കേട്ടോ. നീ ഇപ്പൊ എവിടാ? ഞാൻ ഓഫീസില്. ശരി. ഓഫീസിലല്ലേ? ഹലോ, എവിടാ? ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി പാർക്കിലോട്ട് എത്തി. പെട്ടെന്ന് വാ. ഞാനിപ്പോ എത്തും. സൗണ്ട് കേട്ടിട്ട് ആരാന്ന് മനസ്സിലായി കാണില്ല. പക്ഷെ അവന്മാരാണ് ഇതിനകത്ത് കിടന്ന് അലമ്പുണ്ടാക്കുന്നത് നിനക്ക് മനസ്സിലായി കഴിഞ്ഞ തിരിച്ച് അവന്മാർക്ക് ഇതുപോലൊരു പണിയോട് കൊടുക്കണം. അവന്മാരൊക്കെ കുടുംബത്തിൽ കയറി പണിയണം, അത്രേ ഉള്ളൂ. സാധാരണ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര തിരക്കാണ്. ഹണിമൂണിന് പോകണം, കറങ്ങാൻ പോകണം, ട്രിപ്പ് പോകണം, സോളോ റൈഡ്, ഹിമാലയ എന്നൊക്കെ പറഞ്ഞു. താനെന്താ ഇത്ര ഫ്രീ? കല്യാണം കഴിഞ്ഞ് ബന്ധുക്കാരുടെ വീട്ടിൽ പോലും പോയില്ല. അവന് തിരക്കാന്ന് തോന്നുന്നു. ഞാൻ എന്തോന്ന് ആഗ്രഹിച്ചെന്നറിയോ? ഒരിടത്ത് പോലും ട്രിപ്പിന് കൊണ്ടുപോയില്ല. അത് മാത്രമല്ല, ഒരു റെസ്റ്റോറന്റിൽ പോലും ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചിട്ടില്ല. അതിനെന്താ, നമുക്ക് ട്രിപ്പിന് പോകാമല്ലോ. ചേട്ടത്തരം ആരാ കാണിച്ചേ? ഞാനോ? നീയല്ലേ ഇവിടെ കാണിച്ചേ? അങ്ങേരൊരു പഴഞ്ചനാണോ? ഒരു ഫോട്ടോ ഒന്നും എടുക്കത്തില്ല, ഒരു സെൽഫി എടുക്കാൻ പോലും കൂടൊന്നും വന്ന് നിൽക്കത്തില്ല. മൊത്തത്തിൽ എനിക്കറിയത്തില്ല. ഇല്ല ചേച്ചി, എനിക്ക് കാര്യം മനസ്സിലായി. ഇപ്പൊ ഞാൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ലെങ്കിലും പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം. പഴഞ്ചനാ ചേച്ചിയുടെ ഒരു വൈബിന് പറ്റിയ ആളല്ലെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്റെ കുടുംബത്തിൽ കയറി പണിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായോ എന്താ ചേട്ടത്തരന്ന്? പിന്നെ ഓഫീസിൽ വരുമ്പോൾ ചേച്ചിക്ക് ഒരു മനസ്സമാധാനം കിട്ടത്തില്ലേ? എന്തായാലും വീട്ടിൽ കിട്ടുന്നതിനെക്കാട്ടി കിട്ടുന്നില്ലേ? അത് തന്നെ വലിയ കാര്യം. അതെ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തുവാ. കെട്ടാതിരിക്കുമ്പോളേ നമുക്ക് ഫാമിലി ലൈഫിന്റെ വാല്യൂ ഒന്നും അറിയത്തില്ല. പലരുടെ ലൈഫിൽ ഡയലോഗ് അടിക്കാൻ വളരെ എളുപ്പമാണ്. സ്വന്തമായിട്ട് കല്യാണം കഴിക്കുമ്പോഴേ അറിയത്തുള്ളൂ കുടുംബജീവിതം കൊണ്ടുള്ള പെടാപ്പാട്. അതിൻ്റെ ഇടയ്ക്ക് നിന്നെപ്പോലുള്ള കുറേ നാരദന്മാർ വന്ന് കയറുന്നതാണ് മിക്ക ഡിവോഴ്സിൻ്റെയും മൂല കാരണം. ആദ്യം ഞാൻ നിനക്കൊരു വാണിംഗ് തന്നു, അപ്പം നീ കേട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച് നിന്നെ കാര്യമായിട്ട് അങ്ങ് പഠിപ്പിക്കാമെന്ന്. ചേട്ടാ, ഒരബദ്ധം പറ്റിപ്പോയതാ. അതെ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തുവാ. പിന്നെ